സിനിമയിലെ ബിരിയാണി എന്ന് പറഞ്ഞ് കേട്ടല്ലേ ഉള്ളൂ. സിനിമ ബിരിയാണി കഴിക്കണമല്ലോ ആൾക്കാർ. ദിലീപ് എഴുതി തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇത്. അരിപ്പുട്ടിനകത്തിനൊക്കെ ചേർക്കാം. ഞാൻ ഒളിച്ചും പാത്തൊക്കെ കയറിയിട്ടാണ് ഇതിന്റെ മസാല കൊണ്ട് പിടിച്ചത്. സിനിമയെ കട്ടായി പോയി ചിലപ്പോൾ കൂട്ടി കൊടുത്തില്ലെങ്കിൽ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ കൈ വാർത്തുകൊണ്ട് സിനിമയിൽ ഇനി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആ അവസ്ഥ ഇപ്പോൾ അങ്ങനെ. ഇപ്പം ഞാൻ ഉണ്ടാകുന്ന സിനിമയിലെ അതേ ഐറ്റം ഫുഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഏതാ സ്നാക്സ് അല്ല. ഇനി അവർക്ക് കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ കഴിക്കട്ടെ. ഇനി അവരുടെ അഭിപ്രായം പറയട്ടെ. അതാണിപ്പോൾ എൻ്റെ ആഗ്രഹം. കാരണം ഇനി പോകാൻ പറ്റുമെന്നും ദൈവത്തിന് അറിയാം. എൻ്റെ പേര് സജീർ എന്നാണ്. ഇത് റോഡാണ്. ഞാൻ പഠിച്ചത് തന്നെ അങ്ങനെയാണ്. ഞാൻ പൈനാപ്പിൾ പഠിച്ചു പോയതാണ്. പക്ഷേ ഈ ഐറ്റം അല്ല അവിടെ. നമ്മുടെ കറികളായാലും നമ്മുടെ നാട്ടിലെ ഐറ്റം അല്ല. അവിടെ ചെല്ലുമ്പോൾ മാറും. എല്ലാം വെറൈറ്റിയാണ്. ഒന്നിനും പോയിസൺ ചേരാൻ പാടില്ല. അതായത് പോയിസൺ പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് വരെ അവർ നോക്കി തന്നെ വാങ്ങിക്കണം. ടാറ്റയുടെ അങ്ങനെ കമ്പനി നോക്കി പൊടിയിപ്പൊക്കെ വിഷാംശം കൂടുതലുള്ളതാണ്. അതിൻ്റെ ഭാഗത്തിലെല്ലാം കല്ലുപ്പിൻ്റെ ഉപയോഗമാണ്. പിന്നെ പുട്ടൈറ്റമാണ് ദിലീപിന് ഏറ്റവും മെയിൻ. രാവിലെ ടിഫിൻ എന്ന് വെച്ചാൽ പുട്ടൈറ്റം ദിലീപിൻ്റെ എല്ലാ പടത്തിനും അതിൽ മാറ്റിയേക്കാവില്ല. 6-7 ഐറ്റം പുട്ടുകൾ വേണം. ഇവിടെ ഓട്സ് വരെ പുട്ടാക്കി കൊടുക്കണേ. ദിലീപിൻ്റെ കടയിലെ ഐറ്റം മൊത്തം നമുക്ക് ഉണ്ടാക്കുക. ദിലീപിൻ്റെ കടയിൽ 10, 80, 85 ഐറ്റം ഉണ്ട്. അതൊന്നും അല്ല നമ്മളുണ്ടാക്കുന്നത്. അവർ പറഞ്ഞ ഐറ്റം പറഞ്ഞു തരും ഇങ്ങോട്ട്. ദിലീപ് എഴുതി തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇത്. അരിപ്പുട്ടിനകത്തിനൊക്കെ ചേർക്കാം. അങ്ങനെ പല രീതിയിൽ മിക്സഡ് പുട്ടുണ്ട്. അരി ഗോതമ്പ് ചേർക്കാൻ പാടില്ല. റാഗി, ചെമ്പ, ഇതെല്ലാം മിക്സ് ചെയ്തുള്ള പുട്ട്. ഞാൻ ഈ ഐറ്റം മൊത്തം പഠിച്ചത് തന്നെ അവിടെ ചെന്നാടാണ്. നമ്മുടെ നാട്ടിലെ ഉള്ളിവട, പരിപ്പുവട ഇതൊക്കെ അവിടെ ചിലപ്പോൾ മാറും. ഞാൻ ജീവിതത്തിൽ കാണാത്ത ഐറ്റം പരിപ്പെല്ലാം അവിടെ ഉണ്ട്. അവർ വാങ്ങിച്ചുകൊണ്ട് വരും. പർച്ചേസിങ് മാനേജ് പോയിട്ട് നമ്മളിപ്പോൾ സാധാരണ ഈ വടപ്പരിപ്പ് വാങ്ങിയില്ലേ, ഇത് ലോക്കലാണ്. സത്യത്തിൽ ഒറിജിനൽ കാണുന്ന അവിടെ ചെന്ന സത്യത്തിൽ നല്ല ക്വാണ്ടിറ്റി ഉള്ള സാധനം അവിടെ ചെയ്യുമല്ലോ. അല്ലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒന്നും ഉപയോഗിക്കില്ല. സോഡാപ്പൊടി അങ്ങനൊന്നുമില്ല. ഇതിന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എൻ്റെ ഇപ്പോഴും പറഞ്ഞാൽ നീ വന്ന് കുഴപ്പമില്ല, കൂടെ ആളുണ്ട്, സഹകരിക്കാനല്ല പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നാലും അവർക്ക് ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. അങ്ങനെ ചെമ്പൊക്കെ ചെറിയ ചെമ്പൊന്നും അല്ലല്ലോ, വലിയ ചെമ്പൊക്കെയല്ലേ അവിടെ പാതി ഉപയോഗിക്കുന്നത്. ചെറിയ ചീനിച്ചട്ടിയൊന്നും അല്ല. കടായികൾ വലുതാണ്. അതൊക്കെ ഒറ്റയ്ക്ക് ചിലപ്പോൾ തൂക്കേണ്ടി വരും. ഈ കൂടെ ഇരിക്കുന്നവരെ എപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ പറ്റിയെന്നും വരത്തില്ല. പിന്നെ ലാസ്റ്റ് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട. കൈ നല്ല രീതിയിൽ ശരിയാവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് സിനിമ ഫീൽഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാം വെളിയിൽ പറഞ്ഞു വരുന്നതല്ല. അവിടെ ചെന്നാലേ അറിയാൻ പറ്റും സിനിമ എന്താണ് ഏതാണ്. എന്തുകാര്യം ഞാൻ പോകുന്നത് ഇപ്പം തന്നെ സിനിമ ബിരിയാണി ഇവിടെ വിതരണം ചെയ്തിട്ടേ പോകും. കാരണം ഇവിടെ നാട്ടുകാർ അറിയണമല്ലോ. സിനിമയിലെ ബിരിയാണി എന്ന് പറഞ്ഞ് കേട്ടല്ലേ ഉള്ളൂ. സിനിമ ബിരിയാണി കഴിക്കണമല്ലോ ആൾക്കാർ. കഴിച്ചതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകണം. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെ ഐറ്റം എടുത്തല്ലേ, അത് ഒരുപാട് പേസ്റ്റ് ആക്കാതെ ഗ്രാമ്പു, ഏലക്ക, പട്ട അങ്ങനെ ഐറ്റം വേറെ. പിന്നെ പെരിഞ്ചീരോ, തൈര് ഉൾപ്പെടെ തൈര് ഒഴിക്കും, പാലൊഴിക്കും. അങ്ങനെ കുറേ ഐറ്റം സാധനമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത ഐറ്റം. നാരങ്ങ റൗണ്ടിൽ കട്ട് ചെയ്തിടും. എന്നിട്ട് അതിന് അരിക്ക് എത്ര കിലോ അരി ഉണ്ട് അതിന് അളവിന് മാത്രമേ വെള്ളം നോക്കൂ. അതിൽ കൂടാൻ പറ്റില്ല. ഊറ്റിയെടുക്കത്തില്ല, പറ്റിക്കുക. പക്ഷെ മസാല സെപ്പറേറ്റ്. ആ മസാല ടേസ്റ്റ് വേറെയാണ്. അതിനുവേണ്ടിയുള്ള മസാല എന്ന് വെച്ചാൽ സവാള നല്ലപോലെ വഴറ്റിയെടുക്കും. പുഴുങ്ങുമല്ല, ഈ വെള്ളം ഒഴിച്ചൊന്നും പുഴുങ്ങത്തല്ല. നല്ല രീതിയിൽ വഴറ്റി ഒട്ടി. ഇപ്പോൾ 5 കിലോ ഉണ്ടെങ്കിൽ അത് 1 കിലോ ആയിട്ട് മാറും വെന്ത് കഴിയുമ്പോൾ. പിന്നാണ് അതിനകത്ത് മസാലയൊക്കെ ഇട്ട് ചിക്കൻ സെപ്പറേറ്റ് വറുത്തെടുക്കും. അതിനകത്ത് ഒരുപാട് ഇതൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇത്രയും മാത്രമേ ഇടൂ. ഇട്ടാണ് വറുക്കുന്നത്. വറുത്തിട്ട് പിന്നെ ഈ ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ ടേസ്റ്റ് പറയാം. മസാല അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ ദം ചെയ്ത് ബിരിയാണി രണ്ടും ഒന്നിച്ചിട്ട് വരാറ്. ഇതങ്ങനല്ല. സിനിമയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെക്കില്ല. മസാല സെപ്പറേറ്റ്, ചോറ് സെപ്പറേറ്റ് അങ്ങനെ കൊടുത്താലേ പറ്റും. പക്ഷേ ബിരിയാണി ആയിട്ട് തന്നെ മാറും. കഴിക്കുന്നൊരു കുറ്റം പറയാം. മറ്റേ ചിലതൊന്നും വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ അട പോലൊക്കെ ഇരിക്കും. ഇതങ്ങനെ ഇരിക്കത്തില്ല. നല്ല ടേസ്റ്റിയാണ്. അവിടെ ചെന്ന് ഞാൻ പഠിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. നമ്മൾ ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് അവിടെ പോകുമ്പോൾ മനസ്സിലാവില്ല. നമ്മൾ കഴിക്കണം. പിന്നെ അവിടുത്തെ ഫുഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നേ. ഞാൻ ഒളിച്ചും പാത്തൊക്കെ കയറിയിട്ടാണ് ഇതിൻ്റെ മസാല കണ്ടുപിടിച്ചത്. ഇതിന് മെയിൻ ചീഫ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ അടുപ്പിക്കത്തില്ല. ആ സമയത്തോളം വെള്ളം എടുത്തിട്ട് പോവാ, അല്ലെങ്കിൽ അത് അതിനിപ്പോൾ വടയിടാതെ മറ്റേത് ഇങ്ങനെ ഒരേ കാര്യത്തിൽ ഓടിച്ചു വിടും. എന്നെ പഠിപ്പിച്ചത് എൻ്റെ മോലാളി തന്നെ. മോലാളി പോലും കരുതിയില്ല ഞാൻ ഇതെല്ലാം പഠിച്ചെടുക്കുമെന്ന്. സിനിമയെ കട്ടായി പോയി ചിലപ്പോൾ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ആടുജീവിതം, പിന്നെ ഫഹദ് ഫാസിലാണ് മെയിൻ. ഞാൻ പറയണ്ടേ, ഫഹദിൻ്റെ സിനിമയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവേശം ഞങ്ങൾ ചെയ്തതാണ്. ഇതിനൊന്നും പേരെനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. കാരണം മറവി കൂടുതലാണ്. അതുകൊണ്ട് ചോദിച്ചു എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ സിനിമകളുണ്ട്. എല്ലാത്തിൻ്റെ സിനിമ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. അഞ്ഞൂൽ പൈസ ആദ്യം ചെയ്യുന്ന പ്രതാപൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറല്ല, ഒരു മോലാളി ഉണ്ടായി. പുള്ളി മരിച്ചുപോയി, അറ്റാക്ക് വന്നു.
അതിൽ പിന്നെ ഞാൻ കൊറോണ സമയത്തൊക്കെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. രണ്ടാമതാണ് റഫീഖ് ഇക്കാടെ കൂടെ ഞാൻ പോയി. നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ സെറ്റിൽ പോവാറ്. പിന്നെ സെറ്റിൽ പോയിട്ടുണ്ട് ഞങ്ങള്. ഇപ്പൊ ഈ ദിലീപിനെ മാത്രം ആദ്യം ഒന്നും അടുത്ത് കിട്ടിയില്ല. കാരണം പുള്ളി കോസ്റ്റ്യൂമിൽ നിൽക്കുകയാണെങ്കിൽ ആരും മൂവി മുഖം കൊടുക്കാൻ നിൽക്കുന്നില്ല. കോസ്റ്റ്യൂമിൽ നിൽക്കുകയാണെങ്കിൽ പുള്ളി പറയും കാടാവക്കത്തെന്ന് പറയും. ഇപ്പൊ രാത്രി 3 മണിക്ക് ആ സമയത്ത് നമുക്ക് ഫുഡുണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ 1 മണിക്കൊക്കെ രാവിലെ എണ്ണിക്കേണ്ടി വരും. ആടുജീവിതം വെച്ചാൽ ഭയങ്കരമായിരുന്നു. എന്ന് വെച്ചാൽ 1000 പേര് 1500 പേർക്ക് ഒരു ചപ്പാത്തി തന്നെ എത്ര വേണം ഒരു ദിവസം? ആൾക്ക് 3 വെച്ച് നോക്കാന്ന് 1500 പേർക്ക് എത്ര ചപ്പാത്തി വേണം? കുറെ കഷ്ടപ്പാടുണ്ട്. നമ്മുടെ പുറത്ത് കാണുന്നത് കഷ്ടപ്പാട് അങ്ങേറ്റം കഷ്ടപ്പാട്. വെളിയിൽ എല്ലാവർക്കും പറഞ്ഞ് സന്തോഷിക്കാന്നേ ഉള്ളു. കാരണം കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമി പോയി കിടന്ന് ഉറങ്ങാനോ കുളിക്കാനോ പറ്റില്ല, ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ശബരിമല സീസൺ ആയതിന്റെ പേരിൽ നമുക്ക് ചിക്കന് മുട്ട ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം സീസൺ ആയതിന്റെ ആൾക്കാർ സ്വാമിമാരൊക്കെ ഒന്ന് ഇറങ്ങും. അതിന്റെ പേരിൽ ഇപ്പം മുട്ടയിട്ടോ ഇറച്ചി അങ്ങനെ മീറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ സീസൺ കഴിയുമ്പം തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങും ബിരിയാണി, സിനിമ ബിരിയാണി തുടങ്ങും. അതിൽ വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരാഗ്രഹം എനിക്കത്. കാരണം സിനിമയിൽ മാത്രം പോരാല്ലോ, നാട്ടിലെ ആൾക്കാരും കഴിക്കണമല്ലോ, ഹെൽത്തി ഫുഡ് കഴിക്കണമല്ലോ. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഐറ്റം എല്ലാം ഹെൽത്തി ആണ്. പക്ഷെ ഇപ്പം ഇത് ഓയിൽ ചെയ്യേണ്ടതാണ്, ഓയിൽ ചെയ്തേ പറ്റൂ. ഇവിടെ ഞാൻ അവിടെ കൊടുത്തുകൊണ്ടുന്ന ഐറ്റങ്ങളാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആഗ്രഹിക്കുന്നത് അത് തന്നെ. കാരണം അവർ ഇഷ്ടപ്പെട്ട ആഗ്രഹം മറ്റേ ബ്രെഡുണ്ട്, പൈനാപ്പിൾ ബജ്ജിയുണ്ട്, ഏത്തക്ക ബജ്ജിയുണ്ട്, പിന്നെ ഉണ്ടംപൊരി. സാധാ ഉണ്ടംപൊരി അല്ല ഇത്. പ്രത്യേകത വെച്ചാൽ ഈ സാധാരണ ഉണ്ടാക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഉണ്ട്, മിക്സിലാണ്. വെറൈറ്റി ആണ്. സ്പോഞ്ച് പോലെ ഇരിക്കും. പൈനാപ്പിൾ എന്ന് വെച്ചാൽ അതും വെറൈറ്റി ആയിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കാരണം ഞാൻ അവിടെ പോയി പഠിച്ച് അവിടെ ചെയ്തു കൊടുത്തതാണ്. അവിടെ ആൾക്കാർക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി സാധനമാണിത്. വീട്ടിൽ ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്. ഉമ്മയും പാപ്പ ഇപ്പം വേറെ താമസിക്കുന്നു, ഞാനിപ്പോൾ മാറി താമസിക്കുന്നു. കാരണം എൻ്റെ വൈഫ് എൻ്റെ കുഞ്ഞ്, ഞങ്ങൾ 3 പേരാണ്. മകന്റെ ബർത്ത്ഡേ, മകന് 2 വയസ്സായുള്ളൂ. അപ്പൊ അവന്റെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് 2ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ച് റിട്ടേൺ പോകാൻ സമയത്താണ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കടയിൽ ബിരിയാണി വെക്കണം പറഞ്ഞു. അത് സിനിമ ബിരിയാണി. അവിടെ നിന്ന് വെച്ചാൽ ഈ എസൻസും കാര്യങ്ങളൊന്നും ഇല്ല, നാച്ചുറൽ ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പൊ അത് ചെയ്യാനെ കൊണ്ട് പോയതാ. സാധനം വാങ്ങിച്ച് പോയ വഴി ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് വണ്ടി ആക്സിഡന്റ് ആയിട്ട്. ഞാൻ ഇളമണ്ണൂരാണ്, പത്തനാപുരം ഇളമണ്ണൂര്. അപ്പൊ ഞാൻ പേര് സജീർ. ഞാനിപ്പം പുനലൂരാണ്. പുനലൂർ നമ്മുടെ പൈനാപ്പിൾ ജംഗ്ഷനിലാണ്. അവിടെ വന്ന് കല്യാണം കഴിച്ച്. ഇത് പത്തനാപുരം റോഡാണ്, പത്തനാപുരം റോഡാണ് പോയി. ഞാനിപ്പോൾ ലാസ്റ്റ് ഇതിലോട് തിരിയേണ്ടി വന്നു, കൈ വയ്യാത്തോണ്ടേ. കാരണം ഇപ്പം എനിക്കൊരു വെയിറ്റ് ഒന്നും തൂക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഞാൻ ഈ സിനിമ ഫീൽഡ് പോകുന്ന മുമ്പ് ഞാൻ മേസ്ത്രി ആയിരുന്നു, വെൽഡറായിരുന്നു. പിന്നെ തുണി നെയ്യുന്ന പരിപാടിയാണ് തമിഴ്നാട്ടിൽ, പവർ ലൂമിൻ്റെ. എല്ലാ പണിയും അറിയാം. പക്ഷെ ലാസ്റ്റ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുക. ഇനി ഇതിന് മുമ്പോട്ട് എങ്ങനെയൊന്നും അറിയില്ല.